2026 വർഷത്തെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. ഇന്നലെ ഭരണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞു. ഇന്ന് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 വിദ്യാഭ്യാസപരമായി ഉയർച്ച ഉണ്ടാവും. മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ കഴിയും. ഇത് തൊഴിൽപരമായി എന്തെങ്കിലും മുടങ്ങിക്കിടന്ന് വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും മുടങ്ങിക്കിടന്നുണ്ടെങ്കിൽ അതൊക്കെ മുഴുമിപ്പിക്കാൻ പറയും. ഈ എൻജിനീയറിങ് ഇടയ്ക്ക് പഠിത്തം നിർത്തിയവർക്കാണെങ്കിലും അതെല്ലാം മുടങ്ങിക്കിടന്നതൊക്കെ നല്ലവണ്ണം പുനരാരംഭിക്കാൻ കഴിയും. മുടങ്ങിക്കിടന്ന വീട് പണി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാൻ കഴിയും. 2026 ജനുവരി മുതൽ എല്ലാ ഉയർച്ചകളുണ്ടാവും. പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ ആരുടെ കയ്യിൽ വായ്പ വാങ്ങി ചെയ്യാൻ പാടില്ല. വീട് പണിയാണെങ്കിലും എന്താണ് വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിലും വേറൊരാളുടെ കയ്യിൽ നിന്ന് വായ്പ വാങ്ങിയിട്ട് ചെയ്യാൻ പാടില്ല. സ്വന്തം അധ്വാനിച്ചിട്ട് തന്നെ വീട് പണിയാണെങ്കിലും എല്ലാം പൂർത്തിയാക്കുക. വീട് പണിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാം പൂർത്തിയാക്കുക. ഈ ടെക്നിക്കലായിട്ട് പഠിക്കുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. കാമിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാമിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് പ്രണയനൈരാശ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രണയനൈരാശ്യം ഉണ്ടായിട്ട് സൂയിസൈഡിൻ്റെ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വീട്ടിലെ ഭൂസ്വത്തൊക്കെ കൈവരാൻ സാധ്യതയുണ്ട്. ഓഹരി വെക്കാനോ ഭൂസ്വത്തുക്കളുടെ ഓഹരി വെക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ കാർത്തിക പ്രത്യേകിച്ച് നല്ല ഉയർച്ചയുള്ള വർഷമാണ് 2026. എല്ലാവരും പരിശ്രമിക്കുകയാണെങ്കിൽ നല്ല ഉയർച്ച ഉണ്ടാവും. പിന്നെ പണം കടം വാങ്ങുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. കടം വാങ്ങുന്നത് 2026 കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്നത് കഴിയുന്നിടത്തോളം ഒഴിവാക്കണം. കടം വാങ്ങിയാൽ ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. പിന്നെ അങ്ങനെ കലഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ കാമിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. പരസ്പരം സ്നേഹിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യാഭർത്താക്കന്മാരാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹമോചനം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ ദിവസേന നെയ്വിളക്കോ കൂവളമാലയൊക്കെ കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണുക്ഷേത്രത്തിൽ പാൽപ്പായസവും ദ്രമധുരമൊക്കെ നാളിന് കഴിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും സമ്പൂർണമായ ഒരു പുതുവർഷം ആശംസിക്കുന്നു. എൻ്റെ പേര് ബാലകൃഷ്ണൻ നമ്പൂതിരി, പുതുശ്ശേരിയില്ല. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.